24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച, മകരം 22. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24 പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയൻ, കോഴിക്കോട് നിന്ന് അജയ് കുഞ്ഞിമോൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഇന്ന് തിരുവനന്തപുരത്ത് വാർത്തകൾ കൊണ്ട് നിറയാൻ പോകുന്നത് നിയമസഭയിൽ തന്നെയാണ്. നിയമസഭ തുടങ്ങിയ ദിവസം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം സഭയിൽ നടക്കുന്നുണ്ട്. ഭരണപക്ഷം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ എതിർക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണ്. ഒപ്പം ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി V ശിവൻകുട്ടി സഭയിൽ പ്രസ്താവന നടത്തുന്നുണ്ട്. ഒപ്പം സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിധി ഇന്ന് വരാനിരിക്കുകയാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഒപ്പം കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും പുരോഗമിക്കുന്നു. വാർത്തകൾ എങ്ങനെയാകും? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ന് നിയമസഭ ചേരുന്നതിന് മുൻപ് സഭാ കവാടത്തിന് മുന്നിൽ ഒത്തുകൂടി അവിടെ നിന്ന് പ്രകടനമായി സഭയ്ക്ക് അകത്തേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. കാരണം കവാടത്തിന് മുന്നിൽ 2 പ്രതിപക്ഷ MLA മാർ നിരാഹാര സമരവും അനുഷ്ഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒത്തുകൂടിയ ശേഷം പ്രകടനമായിട്ടായിരിക്കും അകത്തേക്ക് പോകുക. പക്ഷേ ഇന്ന് പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസം SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിരീക്ഷണം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നത് കേസിനെ ബാധിക്കില്ല എന്ന് കോടതിയുടെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. കോടതിയുടെ മേൽനോട്ടം തീർച്ചയായും ഉണ്ടാകുമെന്ന് കോടതി പറയുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കോടതിയുടെ നിരീക്ഷണം ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഭരണപക്ഷത്തിൻ്റെ തീരുമാനം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ധനകാര്യ ബില്ല് ഈ ബഡ്ജറ്റിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ട്. പക്ഷേ ചർച്ചകളോടും ഒന്നും തന്നെ ഇതുവരെയും പ്രതിപക്ഷം സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമായിരിക്കും ഇന്ന് ഭരണപക്ഷം സഭയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ സഭയുടെ ഭാഗത്ത് നിന്ന് സഭാ അധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഭരണപക്ഷത്തിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനുമെതിരെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നിയമസഭയിൽ ആ ഒരു പ്രത്യേക പ്രസ്താവന കൂടി നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഭിന്നശേഷി സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് NSS നേതൃത്വത്തിന് NSS മാനേജ്മെന്റ് സ്കൂളുകൾക്ക് കോടതിയിൽ നിന്ന് ഒരു കിട്ടിയിരുന്നു. അതേ കാര്യം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് മറ്റെല്ലാ മാനേജ്മെന്റുകൾക്കും ഈ വിധി ബാധകമാക്കാനുള്ള ഒരു പ്രസ്താവനയായിരിക്കും മന്ത്രി V ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് SITയുടെ കാര്യമാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു സൂചന കൂടി പുറത്തു വരുന്നു. കാരണം ദ്വാരപാലക പാളി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ തന്നെ മുൻകൂർ ഈ ജാമ്യം ലഭിച്ചിരുന്നു. കാരണം 90 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ഇന്ന് മറ്റൊരു കേസും കൂടി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സ്വാഭാവികമായ 90 ദിവസം കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ആ കേസിലും സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വളരെയധികം വാർത്തകൾ നിറങ്ങിയ ഒരു ദിവസമായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത്. പ്രവിത, തീർച്ചയായും ഇന്ന് വാർത്താ സമ്പന്നമാണ് തിരുവനന്തപുരം. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ജിബിൻ നൽകിയത്. ഇനി ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. പാർലമെന്റിലെ സാഹചര്യവും വിഭിന്നമല്ല. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഉയർത്തിയത്. അതിനെ എതിർക്കാൻ ഭരണപക്ഷം കഴിയുന്നത്ര ശ്രമിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഒപ്പം കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുരോഗമിക്കുന്നു. ഡൽഹിയിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇതൊക്കെ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 3 ദിവസമായി പാർലമെന്റിന്റെ ഇരുസഭകളും ഏതാണ്ട് പ്രക്ഷുബ്ധമാണ്. ലോക്സഭ നിമിഷങ്ങൾ മാത്രമാണ് നടപടിക്രമങ്ങൾ നടത്താൻ കഴിഞ്ഞത്. പ്രധാനമായും US വ്യാപാര കരാർ, കൂടാതെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിച്ച സംഭവം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ഇരുന്നതാണ്. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനെ തുടർന്ന് പിരിയുകയായിരുന്നു. ഇന്ന് 11 മണിക്ക് ലോക്സഭ വീണ്ടും സമ്മേളിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇരു സഭകളിലും ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയും. ലോക്സഭയിൽ കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനിടെയായിരിക്കും പ്രധാനമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരിക.
അതേസമയം രാജ്യസഭയിൽ വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ US വ്യാപാര കരാർ തന്നെയാണ് പ്രധാന വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി പീയൂഷ് ഗോയൽ മറുപടി ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരുന്നെങ്കിലും പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം. ഇതോടൊപ്പം തന്നെ നെഹ്റു കുടുംബത്തെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുള്ള പുസ്തകങ്ങൾ BJP അംഗം നിഷികാന്ത് ദുബെ സഭയിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷത്തെ ഏറെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഉള്ളത്. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരായ പ്രതിഷേധത്തിനും ഇന്നലെ ഭരണപക്ഷം തുടക്കം കുറിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി രവനീത് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി അവഹേളിച്ചുവെന്നും അദ്ദേഹത്തെ ഒറ്റുകാരൻ എന്ന് വിളിച്ചുവെന്നും അത് സിഖ് മതത്തിനെതിരായ അധിക്ഷേപമാണ് എന്നും ഉന്നയിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇന്നും പാർലമെന്റ് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ജമ്മു കശ്മീരിൽ 2 ഇടങ്ങളിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജമ്മു കശ്മീരിലെ കിഷ്തറിലും ഒപ്പം തന്നെ ഉദ്ധംപൂരിലുമാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. കിഷ്തറിലെ ഛത്രുവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ 1 ഭീകരനെ വധിച്ചിരുന്നു. ഉദ്ധംപൂരിൽ 2 ഭീകരരെ വധിച്ചിരുന്നു. ഇത്തരത്തിൽ 2 ഓപ്പറേഷനുകളിലായി കഴിഞ്ഞ ദിവസം 3 ഭീകരരെ വധിച്ചു. ശത്രു മേഖലയിൽ 2 ഭീകരർ കൂടി ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന ആ പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. അതേസമയം ഡൽഹിയിലെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലായി മൂടൽമഞ്ഞ് വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ മേഖലയിൽ അത് വ്യോമഗതാഗതത്തെയും ട്രെയിൻ ഗതാഗതത്തെയും ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ 5 വിമാനത്താവളങ്ങളിൽ ദൃശ്യപരിധി 0-ന് നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അന്തരീക്ഷ മലിനീകരണം അല്പം കുറഞ്ഞിട്ടുണ്ട്. ആശ്വാസമുണ്ടെങ്കിൽ പോലും മൂടൽമഞ്ഞ് വീണ്ടും കനക്കുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ ഉൾപ്പെടെ ഇന്നുമുള്ളത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകളുടെ സൂചനകൾ നൽകിയത്. ഇനി കണ്ണൂരിലേക്കാണ്. CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ മുൻ ഏരിയ സെക്രട്ടറിയും MLAയുമായ TI മധുസൂദനൻ രൂക്ഷ വിമർശനം. 2021 പാർട്ടി സമ്മേളനങ്ങളിൽ കണക്ക് ചോദിച്ചവരെ വിഭാഗീയ പ്രവർത്തകരായി ചിത്രീകരിച്ചു. പയ്യന്നൂരിലെ വിഭാഗീയതയ്ക്ക് യഥാർത്ഥ കാരണം ആരാണെന്ന് പരിശോധിക്കാൻ നേതൃത്വം ഒരിക്കലും തയ്യാറായില്ല. മധുസൂദനന് ജില്ലയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ഒത്താശ ചെയ്തുവെന്നും പുസ്തകത്തിൽ ആരോപിക്കുന്നു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പുസ്തക പ്രകാശനം നടന്നത്. പാർട്ടിയെ വെട്ടിലാക്കുന്ന രീതിയിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്? എല്ലാത്തിനെക്കുറിച്ചും വിശദമായി തന്നെ അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ടോ? TI മധുസൂദനിലേക്ക് തന്നെയാണോ അദ്ദേഹത്തിന്റെ എല്ലാ ആരോപണങ്ങളും ഒതുങ്ങി നിൽക്കുന്നത്? എന്തായാലും കൂടുതലും ആരോപണം ഉന്നയിക്കുന്നത് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ മുൻ ഏരിയ സെക്രട്ടറിയും MLAയുമായ TI മധുസൂദനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ള വിവരമാണ് പുറത്തുവന്നത്. ഇന്നലെയാണ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത്. 2021 പാർട്ടി സമ്മേളനങ്ങളിൽ കണക്ക് ചോദിച്ചവരെ വിഭാഗീയ പ്രവർത്തകരാക്കി അദ്ദേഹം ചിത്രീകരിച്ചു എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഒപ്പം പയ്യന്നൂരിലെ വിഭാഗീയതയ്ക്ക് യഥാർത്ഥ കാരണം ആരാണെന്ന് പരിശോധിക്കാൻ നേതൃത്വം ഒരിക്കലും തയ്യാറായില്ല തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ളത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതുൾപ്പെടെയാണ് കുഞ്ഞികൃഷ്ണൻ ആ പുസ്തകത്തിൽ പറയുന്നത്. വിരമിച്ച ശേഷം താൻ പുസ്തകം എഴുതിയും ക്ലാസ് എടുത്തും പണം സമ്പാദിക്കുകയാണെന്നും പാർട്ടി പ്രവർത്തനത്തിന് കിട്ടുന്നില്ല എന്നും പ്രചരിപ്പിച്ചു. തനിക്ക് മേലെ വളരാൻ ആരെയും മധുസൂദനൻ അനുവദിക്കാറില്ല. നിലവിലെ ഏരിയ സെക്രട്ടറി P സന്തോഷ് കുമാറിനോടും DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശിയോടും ഇതേ സമീപനമാണ് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇനി കോഴിക്കോട്ടേക്ക് അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുകയാണ്. അജി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഷിംജിതയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക? മറ്റ് നടപടികൾ എങ്ങനെയാകും ഈ കേസുമായി ബന്ധപ്പെട്ട്? മോർണിംഗ്. ഷിംജിത കേസുമായി ബന്ധപ്പെട്ടത് ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഷിംജിതയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയാണ്. കസ്റ്റഡി അപേക്ഷയാണ് കോടതി ഇന്ന് പരിഗണിക്കുക. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ 14 ദിവസമായി റിമാൻഡിലാണ് ഷിംജിത മുസ്തഫ. ഇപ്പോൾ റിമാൻഡ് കാലാവധി അവസാനിക്കാനിരിക്കെയാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. കസ്റ്റഡി അപേക്ഷ ഇന്ന് കുന്നമംഗലം കോടതി പരിഗണിക്കുമ്പോൾ ഷിംജിതയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചത്.
അറിയിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതി തന്നെ തള്ളിയിരുന്നു. ഇതിനെ തുടർന്ന് ഷിംജിത കോഴിക്കോട് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ആ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുകയാണ് അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഷിംജിതയെ 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ തീർച്ചയായും പയ്യന്നൂരിൽ അന്ന് ഈ ബസ്സിൽ നടന്ന ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായി തന്നെ പോയി തെളിവെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ പോലീസ് ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല എന്ന തരത്തിൽ വ്യാപക വിമർശനങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങിയില്ല, സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയില്ല എന്ന തരത്തിലൊക്കെ വ്യാപകമായി തന്നെ ആക്ഷേപം ഉയർന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരിക്കും പോലീസ് നൽകുക. എന്നാൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഷിംജിതയെ പയ്യന്നൂരടക്കം കൊണ്ട് തെളിവെടുക്കും. തെളിവെടുത്തതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യാനായിരിക്കും പോലീസിന്റെ ശ്രമം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഷിംജിത ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്, ഫോറൻസിക് റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതും കൂടെ ലഭിച്ചതിന് ശേഷം കൃത്യമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടെ തന്നെയായിരിക്കും ഈ കോടതിയിൽ ഷിംജിതയെ കൊണ്ടുവരികയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണമെന്നുള്ള പോലീസിന്റെ ആവശ്യം കോടതി പരിഗണിക്കുകയും ചെയ്യുക. പ്രവിധ. ശരി, അജി സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ്സിലെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ കസ്റ്റഡി അപേക്ഷയാണെന്ന് കോടതി പരിഗണിക്കുക. ഫെബ്രുവരി 6, അതായത് നാളെയാണ് ഷിംജിതയുടെ ജാമ്യ ഹർജി കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നതെന്നുള്ള വിവരമാണ് ഇപ്പോൾ അജി കുഞ്ഞിമോൻ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, ഗുഡ് മോർണിംഗ്. ശബരി റെയിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നവകേരള സർവേ, അങ്ങനെ വാർത്താ സമ്പന്നമാണ് കൊച്ചിയും. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത. 3 പതിറ്റാണ്ടായി മരവിച്ച് കിടന്ന പദ്ധതിയായിരുന്നു ശബരിപാത. അതിനൊരു പുതുജീവൻ വയ്ക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്ത. അതിൽ കേരളത്തിൻ്റെ വിഹിതമായി 1900 കോടി രൂപ അനുവദിച്ചപ്പോൾ മന്ത്രിസഭാ യോഗം അതിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 പതിറ്റാണ്ടിൻ്റെ ഇടെ തന്നെ ഈ പദ്ധതി ആദ്യം പ്രഖ്യാപിക്കുകയും 1997 റെയിൽവേ ബജറ്റിലായിരുന്നു ശബരിപാത പദ്ധതി പ്രഖ്യാപിച്ചത്. പിന്നീട് അത് ലാഭകരമല്ല എന്ന് കണ്ട് അതിൻ്റെ നടപടികളെല്ലാം തന്നെ മരവിപ്പിച്ചിരുന്നു. പിന്നീട് സംസ്ഥാനം അതിൻ്റെ പകുതി വിഹിതം എടുക്കണം എന്നുള്ള ആവശ്യം വരികയുമായിരുന്നു. അങ്ങനെ ആ ആവശ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സംസ്ഥാനം കൂടി എടുക്കുന്നു. ഇപ്പോൾ ആ മരവിപ്പിച്ച നടപടി അത് റെയിൽവേ റദ്ദാക്കിയതോടുകൂടിയാണ് വീണ്ടും സജീവമായി തന്നെ ചർച്ചയിലാവുന്നത്. ഇപ്പോൾ 1900 കോടി മാറ്റിവെക്കുന്നു. ഇത് റെയിൽവേ മന്ത്രാലയത്തെ ഉടൻ തന്നെ അറിയിക്കും. പിന്നീട് ഈ ഭൂമി ഏറ്റെടുക്കലിൻ്റെ നടപടികളിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ കടക്കുകയും ചെയ്യുക. ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് എരുമേലി വരെയാണ് ഈ ശബരിപാത എന്ന് പറയുന്നത്. 14 സ്റ്റോപ്പുകളാണ് ഉണ്ടാവുക. ഇതിൽ എടുത്തു പറയേണ്ടത് ഇടുക്കിയെ ഈ റെയിൽവേ ഭൂപടത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം അത് തിരുവനന്തപുരത്തേക്ക് നീട്ടണോ എന്നുള്ള കാര്യം പഠിക്കാൻ തന്നെ 2 കോടി രൂപ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അനുവദിച്ചിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വിഹിതം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി കേന്ദ്രം ഇതിൽ എത്ര മുടക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തത അതിൽ വന്നിരുന്നില്ല. ഇതിനൊരു അനുകൂല പച്ചക്കൊടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുണ്ടെങ്കിലും എത്ര തുക മാറ്റിവെച്ചു എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വരും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഈ ശബരിപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരിക്കും. മറ്റൊന്ന് ഇന്ന് എടുത്തു പറയേണ്ടത് നവകേരള സർവേ സംബന്ധിച്ചാണ്. അതിലൊരു പൊതു താൽപ്പര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുക. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അത് പൊതു ഖജനാവിൻ്റെ ദുർവിനിയോഗമാണെന്നും രാഷ്ട്രീയത്തിനു വേണ്ടി ഇത്തരത്തിൽ സർക്കാർ പണം മുടക്കിക്കൊണ്ട് ഒരു സർവേ നടത്തുന്നു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ആരോപണം ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടിയായി അതിൽ ഒരു രാഷ്ട്രീയമില്ല എന്നും വികസനമാണ് ലക്ഷ്യം എന്നുള്ളതുമായിരുന്നു കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ആ ഹർജി കൂടി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണന വരുന്നു. ഇങ്ങനെ സജീവമാണ് മധ്യ കേരളത്തിലെ ഈ വാർത്താ പകലും. കേരളത്തിലെ വനമേഖലയിലും വനങ്ങളോട് ചേർന്നുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഫയൽ ചെയ്യാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്കൌട്ട് ആൻഡ് ഗൈഡ് ഫെലോഷിപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് AG സുനിൽകുമാർ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. പ്ലാസ്റ്റിക് ഉപയോഗം നിയന്ത്രിക്കാൻ സംസ്ഥാന വനം വകുപ്പിന് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു. ബോർഡ് നിർദ്ദേശത്തെ തുടർന്ന് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ വനം വകുപ്പിന്റെ എല്ലാ സർക്കിൾ ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു.
ശബരിമല ക്ഷേത്രത്തിൽ ആടിയ നെയ് വിൽപ്പനയിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. നെയ് വിൽപ്പനയിൽ ക്രമക്കേടുകൾ നടത്തിയ 36 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതിന് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആലപ്പുഴ അരൂർ സ്വദേശി KR സുനിൽകുമാർ പോറ്റിയെ കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ 13ാം പ്രതിയാണ് സുനിൽകുമാർ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോട് അനുബന്ധിച്ച് ശബരിമലയിൽ ആടിയ നെയ്യ് പാക്കറ്റിലാക്കി വിൽപ്പന നടത്തുന്നതിനായി ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിരുന്നത് സുനിൽകുമാറിനെയാണ്. നെയ് പാക്കറ്റുകൾ വിറ്റുകിട്ടിയ മുഴുവൻ തുകയും ബോർഡിൽ അടയ്ക്കാതെ ജീവനക്കാർ സ്റ്റോക്കിൽ ക്രമക്കേട് നടത്തി ദേവസ്വം ബോർഡിന് 36,24,400 രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി എന്നതാണ് കേസ്. സ്വന്തമായി കെട്ടിടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്ന് നിരാഹാര സമരം നടത്തും. 2022 നിലവിൽ വന്ന നഴ്സിംഗ് കോളേജ് നിലവിൽ മെഡിക്കൽ കോളേജ് ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യവുമില്ല. നഴ്സിംഗ് കോളേജിന് കെട്ടിടം നിർമ്മിച്ചെങ്കിൽ നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരത്തെ ബാധിക്കും എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയായിരിക്കും സമരം. കണ്ണൂർ ജില്ലയിൽ ഇന്നു മുതൽ സ്വകാര്യ ബസ് പണിമുടക്ക്. നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളാണ് അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുന്നത്. നടാൽ OKUP സ്കൂളിന് സമീപം അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കോഴിക്കോട് KLF വേദിയിൽ വ്യാജ ബലാത്സംഗ ആരോപണം ഉന്നയിച്ചെന്ന NRI മാധ്യമപ്രവർത്തക നിഷ രത്നമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. 25-ന് KLF വേദിയിൽ സെഷൻ നടത്തുന്നതിനിടെ ഒരു സ്ത്രീ മൈക്ക് പിടിച്ചെടുത്ത് ബലാത്സംഗ കേസിലെ പ്രതിയെന്നാരോപിച്ച് അന്യായമായി തടഞ്ഞുവെച്ചു എന്നതാണ് പരാതി. സംഭവത്തെ തുടർന്ന് സൈബർ ആക്രമണം നേരിട്ടതായും പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, വനിതാ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രശസ്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഷവോമിയുടെ ഏറ്റവും പുതിയ റെഡ്മി നോട്ട് 15 പ്രോ സീരീസിന്റെ ലോഞ്ച് സിനിമാ താരം ഷെയ്ൻ നിഗം കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിർവഹിച്ചു. മൈജി സെയിൽസ് ആൻഡ് സർവീസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് രതീഷ് കുട്ടത്ത്, ഡിജിറ്റൽ പ്രൊഡക്ട്സ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സിജോ ജെയിംസ്, റീജിയണൽ ബിസിനസ് മാനേജർ മുഹമ്മദ് അൽഫാസ്, ലോജിസ്റ്റിക്സ് മാനേജർ ഫായിസ്, ഷവോമി ഇന്ത്യ അസോസിയേറ്റ് ഡയറക്ടർ സയ്യിദ് അൻവർ, ഷവോമി ഇന്ത്യ കീ അക്കൌണ്ട്സ് മാനേജർ ബിൻരാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 15 Pro Plus വളരെ ഒരു നല്ലൊരു ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ് ആൻഡ് വെൻ വി ചെക്ക് ദ ഫീച്ചേഴ്സ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചേഴ്സ് ബിക്കോസ് അതിനകത്ത് ദ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 ആണ്, IP69 ആണ്. അതുപോലെ തന്നെ ക്യാമറ എടുത്ത് പറയേണ്ടതാണ്, 200 മാസ്റ്റർ പിക്സലാണ് വരുന്നത്. സോ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അഫോർഡബിലിറ്റി എല്ലാം തന്നെ നമ്മുടെ സ്റ്റോറുകളിൽ ലഭ്യമാണ്. അതിൽ 10/0, 9/0, 12/0 എല്ലാം അവൈലബിൾ. അതുപോലെ തന്നെ ക്യാഷ് ബാക്കുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെഡ്മിയുടെ തന്നെ വാച്ച് മൂവ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും all the customers please visit the MyG feature outlets. നിർധന കുടുംബങ്ങളിലെ ക്യാൻസർ രോഗികൾക്ക് അവശ്യ മരുന്നുകൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ. സംസ്ഥാനത്തുടനീളം ക്യാൻസർ ബാധിതരായ 1000-ഓളം പേർക്ക് 20,000 രൂപയുടെ മരുന്നുകളാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുക. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ചാക്കോളസ് പവലിയൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മമത മോഹൻദാസ് മുഖ്യാതിഥിയായി. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന പദ്ധതിക്ക് ഏകദേശം 2 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസകരമായ പദ്ധതിയാണ് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് എന്നും കുട്ടികളിലെ ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി തൃശൂരിൽ അത്യാധുനിക ആശുപത്രി സംവിധാനം ഒരുക്കുമെന്നും ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് പറഞ്ഞു. ചടങ്ങിൽ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഗൈനക് ഓങ്കോളജി ആൻഡ് ബ്രസ്റ്റ് സയൻസ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ ചിത്ര താര മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി ജോയ് ആലുക്കാസ്, അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ CEO ഡോക്ടർ ബെന്നി ജോസഫ് എന്നിവർ സംസാരിച്ചു. ക്യാൻസർ എന്ന രോഗം ഒരു വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തെ മുഴുവനായും ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ചികിത്സയിലുണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യത പലപ്പോഴും സാധാരണക്കാരായ രോഗികളെ വലിയ രീതിയിൽ തളർത്താറുണ്ട്. എന്നാൽ അവർക്കൊരു കൈത്താങ്ങായി ചെറിയൊരു ആശ്വാസമായി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ഈ കൊല്ലം ചരിത്രപരമായ ഒരു പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം ക്യാൻസർ ദുരിതമനുഭവിക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട 1000 ക്യാൻസർ രോഗികൾക്ക് 20,000 രൂപ എന്ന കണക്കിൽ 2 കോടി CSR പദ്ധതിയിലാണ്
നടപ്പാക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസ് ഫൈനൽ പോരാട്ടം. രാത്രി 7:30 വഡോദരയിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗിലെ പുതിയ രാജ്ഞിമാർ ആരാകും? സ്മൃതി മന്ദനയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവോ അതോ ജമീമ റോഡ്രിഗ്സിന്റെ ഡൽഹി ക്യാപിറ്റൽസോ? രണ്ടാം കിരീടമാണ് RCBയുടെ ലക്ഷ്യം. കന്നിക്കപ്പിൽ കണ്ണുവെച്ച DCM 8-ൽ 6 മത്സരങ്ങളിലും ജയിച്ച നേരിട്ട് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു RCB. മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ സ്മൃതി മന്ദനയിലാണ് ബംഗളൂരുകാരുടെ ബാറ്റിംഗ് പ്രതീക്ഷകൾ. ഗ്രേസ് ഹാരിസ്, ജോർജിയ വോൾ, റിച്ച ഘോഷ്, നദാനി ഡി ക്ലർക്ക് എന്നിവരും കൂടി മിന്നിയാൽ സ്കോർ ബോർഡിനെ കുറിച്ച് ആശങ്ക വേണ്ട. ഇംഗ്ലീഷ് പേസർ ലോറ ബെല്ലിന്റെ തീപ്പൊരി ബൗളിംഗ് എതിരാളികൾക്കെല്ലാം കനത്ത വെല്ലുവിളിയാണ്. അരുന്ധതി റെഡ്ഡി, ശ്രേയങ്ക പാട്ടീൽ എന്നിവരും കൂടി ചേരുമ്പോൾ RCB ബൗളിംഗ് നിര സുശക്തം. കഴിഞ്ഞ 3 ഫൈനലുകളിലും കയ്യെത്തും ദൂരെ നഷ്ടമായ കിരീടം ഇത്തവണയെങ്കിലും നേടാമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹി ക്യാപിറ്റൽസ്. 2024 ഫൈനലിലെ തോൽവിക്ക് ബംഗളൂരുവിനോട് കണക്കും ചോദിക്കണം. ലിസെല്ല ലീ, ലോറ വാൾവാർഡ്, ഷഫാലി വർമ്മ, ക്യാപ്റ്റൻ ജമീമ റോഡ്രിഗ്സ് എന്നിവർ ചേരുന്ന കിടിലൻ ബാറ്റിംഗ് നിരയാണ് ഡൽഹിക്കാരുടേത്. അരങ്ങേറ്റ സീസണിൽ തന്നെ ഞെട്ടിച്ച നന്ദിനി ശർമ്മ, ശ്രീചരണി, മരിസാനെ കപ്പ് എന്നിവരടങ്ങിയ ബൗളിംഗ് നിരയും RCBയെ വെല്ലുവിളിക്കാൻ പോകുന്നത്. മലയാളി കരുത്തുമായി നമ്മുടെ മിന്നുമണിയും ടീമിലുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന സെമി ഫൈനലിൽ പഞ്ചാബാണ് എതിരാളികൾ. ക്വാർട്ടറിൽ ആതിഥേയരായ അസമിനെ 3 ഗോളിന് തോൽപ്പിച്ചായിരുന്നു കേരളത്തിന്റെ സെമി പ്രവേശം. ഗ്രൂപ്പ് ഘട്ടത്തിൽ പഞ്ചാബിനെ 3-1 തോൽപ്പിച്ചത് സെമിയിൽ കേരളത്തിന് മാനസിക മുൻതൂക്കം നൽകും. മറ്റൊരു സെമിയിൽ സർവീസസ് റെയിൽവേസിനെ നേരിടും. കണ്ണൂർ തലശ്ശേരിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. ഹാഷിഷ് ഓയിൽ, മെത്താഫെറ്റമിൻ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുമായി ലഹരി വിൽപ്പനക്കാരനാണ് എക്സൈസിന്റെ പിടിയിലായത്. വയർളം സ്വദേശി MN റിനിലാണ് പിടിയിലായത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കണ്ണൂരിൽ നിന്ന് അജീഷ്, ലഹരി വിൽപ്പനക്കാരനാണ് പിടിയിലായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയാണ് പ്രവിധ ഈ പരിശോധന നടന്നത്. തലശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറിനാണ് രഹസ്യ വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഇതിൽ നിന്ന് 135 ഗ്രാം കഞ്ചാവ്, 23 ഗ്രാം ഹാഷിഷ് ഓയിൽ, 90 ഗ്രാം മെത്താഫിറ്റമിൻ എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ഇത് വിൽക്കാൻ ഉപയോഗിക്കുന്ന ഈ പോളിത്തീൻ കവറുകളും ഈ രാസലഹരി വസ്തുക്കൾ തൂക്കുന്നതിന് ഉപയോഗിക്കുന്ന ത്രാസുകളും ഇതേപോലെ തന്നെ ഫ്യൂമിംഗ് പൈപ്പുകളും എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 30,000 രൂപ വില വരുന്നതാണ് മെത്താഫിറ്റമിന്. കൂടാതെ 25,000 രൂപ വില വരുന്നതാണ് ഹാഷിഷ് ഓയിലും. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ബ്രേക്സിന് സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.